വെൽക്കം ടു ഐഷസ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ 5 മാർക്ക് പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പ്രോബ്ലം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ മെഷീൻ വാസ് പർച്ചേസ്ഡ് ഫോർ ₹50,000 ഓൺ April 1st, 2024. Installation charges paid were 10,000. The useful life is 5 years and the estimated scrap value is ₹5,000. Calculate the amount of depreciation for the first 2 years using the straight line method and determine the book value at the end of year 2. ഇപ്പോൾ ഡിപ്രീസിയേഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് മനസ്സിലായി. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നിട്ടുണ്ട്. അതായത് മെഷീന്റെ കോസ്റ്റ് എത്രയാണെന്ന് പറയുന്നുണ്ട്, പിന്നെ ഇതിന്റെ സ്ക്രാപ്പ് വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, പിന്നെ പറയുന്നത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, മെഷീന്റെ കോസ്റ്റിന്റെ കൂടെ തന്നെ ഇതിന് ഇൻസ്റ്റലേഷൻ ചാർജസ് ആയെന്നും അത് 10,000 ആയെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുള്ളത് ആദ്യത്തെ 2 വർഷം ഇത് ഈ ഒരു ഫേം ഈ മെഷീന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷനിൽ നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈനും റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡും ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, എല്ലാ വർഷവും സെയിം ഡിപ്രീസിയേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഓർത്തിരിക്കുക. പിന്നെ പറയുന്നത് നമ്മുടെ മെഷീന്റെ യൂസ്ഫുൾ ലൈഫ് 5 ഇയേഴ്സ് ആണെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത് 2 വർഷത്തിന്റെ അവസാനം ആവുമ്പോൾ, അത് എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ ആവുമ്പോൾ ഈ മെഷീന്റെ ബുക്ക് വാല്യൂ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 5 മാർക്കിന് പ്രീവിയസ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെയിം ഈ ക്വസ്റ്റ്യൻ അല്ല എങ്കിലും ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഡിപ്രീസിയേഷന്റെ ഏത് തിയറിയും പഠിക്കുക, പ്രോബ്ലവും ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ക്ലാസ് ഒക്കെ കേട്ടൊന്ന് എഴുതി ചെയ്യാനൊക്കെ ശ്രമിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ മെഷീന്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെഷീൻ. നമുക്കത് അറിയാം, 50,000 അതിന്റെ കോസ്റ്റ് ആണ്, പ്ലസ് 10,000 ഇൻസ്റ്റലേഷൻ ചാർജ് ആണ് എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരുന്നത്, ഇൻസ്റ്റലേഷൻ ചാർജ് പ്ലസ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ, ദാറ്റ് മീൻസ് 60,000 ആണ് ഈ മെഷീന്റെ എന്തെന്ന് പറയുന്നത് കോസ്റ്റ്. അപ്പൊ അത് നമ്മൾ അവിടെ എടുത്തേക്ക്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. ആനുവൽ ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾ തരുന്നുണ്ട്. എങ്ങനെയാണ്, ആ ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ്. അങ്ങനെയല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടോട്ടൽ കോസ്റ്റിൽ നിന്നും സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക, ആ ഡിവൈഡഡ് ബൈ എന്താണ്, യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 60,000 ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 60,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്, 5,000 അല്ലെ. 5,000 ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, യൂസ്ഫുൾ ലൈഫ് 5 ഇയേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 11,000 ആണ് പെർ ആനം എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഈ മെഷീന് പെർ ആനം ഡിപ്രീസിയേഷൻ എത്രയാണ് വരുന്നത്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ 11,000 എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ മെഷീനറിയുടെ കോസ്റ്റ് കണ്ടുപിടിച്ചു, സെക്കൻഡ് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. ഡിപ്രീസിയേഷന്റെ ഇക്വേഷൻ നമ്മൾ തന്നിട്ടുണ്ട്, വാല്യൂസ് എല്ലാം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. അടുത്ത് എന്ത് ചെയ്യുന്നു, ബുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ബുക്ക് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, ബുക്ക് വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇയറിലെ ബുക്ക് വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും വാങ്ങിച്ച വർഷം ഇതിന് എത്ര ഉണ്ടായിരുന്നു വാല്യൂ, 60,000 നമ്മൾ കണ്ടുപിടിച്ചില്ലേ. 60,000 മൈനസ് വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ്, 11,000. വർഷത്തെ മാത്രമല്ല ആദ്യത്തെ 2 വർഷം എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വർഷത്തിന്റെ അവസാനം വരുമ്പോൾ ഈ മെഷീനറിയുടെ വാല്യൂ ബുക്ക് വാല്യൂ എത്രയായിരിക്കും, 49,000 ആവും. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് എത്രയാണെന്നാണ്. അപ്പൊ സെക്കൻഡ് ഇയറിലോട്ട് വരാം. സെക്കൻഡ് ഇയറിൽ വരുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും, 49,000 രൂപ വാല്യൂ ഉണ്ടായിരുന്ന മെഷീനറിക്ക് വർഷത്തെ ഡിപ്രീസിയേഷനും എത്രയാണ്, 11,000 അല്ലേ. 11,000 പോയിട്ട് 38,000. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷനിൽ നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത്. ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ്. ഇതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത് വരുന്ന ക്ലാസ്സിൽ അടുത്ത മെത്തേഡിലെ പ്രോബ്ലംസ് നോക്കാം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പാർട്ട്ണർഷിപ്പിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
A and B are partners sharing profit and losses in the ratio 3:2. Their capitals are rupees 60,000 and 40,000 respectively. Partnership deed provide for interest on capital at 5% per annum and a salary of rupees 3,000 per annum to B. ഇപ്പോൾ ശ്രദ്ധിക്കുക, ബിക്ക് മാത്രമേ സാലറി ഉള്ളൂ. പിന്നെ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,000 കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരുടെയും ക്യാപിറ്റൽ ബാലൻസ് പറയുന്നുണ്ട്. The net profit for the year before adjustment was 25,000. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് പറയുന്നുണ്ട്. ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിന് മുന്നേ ഉള്ള നെറ്റ് പ്രോഫിറ്റ് 25,000 എന്നാണ്. ഏതൊക്കെയാണ് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പറഞ്ഞത്? ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പിന്നെ ബിയുടെ സാലറി, ഇതെല്ലാം കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ആ പ്രോഫിറ്റ് ആണ് 25,000 എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പോയിന്റ് അവിടെ നോട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 5 മാർക്സിന് ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് നമുക്ക് അറിയാന്നുള്ള ആ വർക്കിംഗ് നോട്ട്സ് നമ്മൾ അങ്ങ് എഴുതുകയാണ്. വർക്കിംഗ് നോട്ട്സിൽ ആദ്യം എന്താണ് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഹെഡിങ് നമ്മൾ എഴുതി. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 പേരുണ്ട്, എയും ബിയും അല്ലെ. അപ്പൊ എയുടെ ക്യാപിറ്റലിന് എത്രയാണ് എക്ക് ഈ ഫേമിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നത്, ബിയുടെ ക്യാപിറ്റലിന് ബിക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് നമുക്ക് സെപ്പറേറ്റ് നോക്കാം. അപ്പൊ ആദ്യം നോക്കാം എസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ്, അവരവരുടെ ക്യാപിറ്റലിന്റെ എത്ര പെർസെന്റേജ് ആണ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലെ. എയുടെ ക്യാപിറ്റൽ ആ 60,000 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഓരോ പാർട്ട്നേഴ്സിനും അവരവരുടെ ക്യാപിറ്റലിന്റെ 5% എന്ത് കൊടുക്കുന്നതാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കും. അപ്പൊ എക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3,000. ബിക്ക് ആണെങ്കിലോ ബിയുടെ ക്യാപിറ്റൽ എത്രയാണ്, ആ 40,000 എന്ന് പറയുന്നുണ്ട്. 40,000 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 എത്രയാണ്, ആ 2,000 ആണ് ബിയുടെ എന്തെന്ന് പറയുന്നത് ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ഏതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് നോക്കാം. അടുത്ത് നമ്മൾ പറയുന്നത് പിന്നെ നമുക്ക് ബിയുടെ സാലറി ഉണ്ട്. ബിയുടെ സാലറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു എന്താണ് ഒരു വലിയ വർക്കിംഗ് നോട്ടൊന്നുമില്ല, ജസ്റ്റ് എമൗണ്ട് കറക്റ്റ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം. പിന്നെ ഇതിനകത്തൊരു നോട്ടായിട്ട് എഴുതേണ്ടതെന്ന് വെച്ചാൽ ഡിവിസിബിൾ പ്രോഫിറ്റ് കാൽക്കുലേഷൻ. നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ആ പ്രോഫിറ്റിൽ എങ്ങനെയാണ് ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എത്ര പ്രോഫിറ്റ് വരുന്നുണ്ട് അതെങ്ങനെയാണ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു വർക്കിംഗ് നോട്ടും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നോക്കാം, നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, 25,000. അത് ക്വസ്റ്റ്യനിലാണ് തന്നിട്ടുണ്ടായിരുന്നത്. ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ, ബിക്ക് കൊടുത്തിട്ടുള്ള സാലറി 3,000 മൈനസ് ചെയ്യണ്ടേ. ഫേം ഏൺ ചെയ്തെന്ന പ്രോഫിറ്റിൽ നിന്നല്ലേ ഫേം പാർട്ട്ണറിന് എന്ത് കൊടുത്തത്, സാലറി കൊടുത്തത്. അപ്പൊ 3,000 മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ എയുടെയും ബിയുടെയും ക്യാപിറ്റലിൽ കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റും എന്ത് ചെയ്യണം, നമ്മളവിടെ മൈനസ് ചെയ്യണം അല്ലെ. എക്ക് 3,000 ബിക്ക് 2,000, മൊത്തം 5,000 രൂപ എന്ത് കൊടുത്തിട്ടുണ്ട്, ആ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 5,000വും ബിക്ക് കൊടുത്തിട്ടുള്ള 3,000 സാലറിയും ഏതിൽ നമ്മൾ കുറയ്ക്കണം, നമ്മുടെ 25,000. ഇതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുള്ളത്, ഈ തന്നേക്കുന്ന പ്രോഫിറ്റ് ബിഫോർ ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് സാലറി എന്ന് ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് പാർട്ട്നേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ തന്നിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നും കുറയ്ക്കേണ്ട ഐറ്റംസ് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് ആക്ച്വലി പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ ഷെയർ ചെയ്ത് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര മാത്രമേ ഉള്ളൂ, ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 17,000 മാത്രമേ ഉള്ളൂ. കാര്യം 25,000 നിന്ന് ഏതൊക്കെ പോയി, 5,000 പോയി, 3,000 പോയി. ഓക്കെ, ആ വർക്കിംഗ് നോട്ട് എഴുതി. അടുത്ത് നമ്മൾ എഴുതേണ്ടത് ഈ 17,000 എന്ന് പറയുന്ന ഡിവിസിബിൾ പ്രോഫിറ്റ് എങ്ങനെയാണ് എയും ബിയും ഷെയർ ചെയ്തെടുത്തത്. അതൊക്കെ ഈസിയാണ് അല്ലെ. എ ഷെയർ ഓഫ് പ്രോഫിറ്റ് 17,000 ഇൻറ്റു അവരുടെ റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, എത്രയാണ് 3:2. അപ്പൊ എക്ക് കിട്ടുന്നത് 17,000 ഇൻറ്റു എക്ക് 3 ഷെയർ ആണ് ഉണ്ടായിരുന്നത്, 3 ഡിവൈഡഡ് ബൈ 5. അപ്പൊ എത്ര കിട്ടും, 10,200. അടുത്ത് ബിക്ക് എത്ര, അതുപോലെ തന്നെ 17,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5. അപ്പൊ ബിക്ക് എത്ര കിട്ടും, 6,800. അപ്പൊ കറക്റ്റ് അല്ലേ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തൊന്ന് നോക്കണം ഓരോരുത്തർക്കും എത്രയാണ് കിട്ടിയതെന്നുള്ളത്. അപ്പൊ ഇനി നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വേണം അല്ലെ, അതാണ് വരയ്ക്കേണ്ടത്. അതിന് വേണ്ട വർക്കിംഗ് നോട്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ അക്കൗണ്ട് ഫോർമാറ്റ് വരച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ കണ്ടോ,
അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ തന്നിട്ടുള്ള പ്രോഫിറ്റിന്റെ ബാലൻസ് ബ്രോഡ് ഓൺ ചെയ്യേണ്ടത് ഏത് സൈഡാണ്? ക്രെഡിറ്റ് സൈഡാണ് അല്ലെ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതി? നെറ്റ് പ്രോഫിറ്റ് ബാലൻസ് ബ്രോഡ് ഓൺ B/D എന്ന് എഴുതി. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 25,000 അതുപോലെ എഴുതി. ഓക്കെ, നോ ഡൗട്ട്. അവിടെ വേറെ ഒന്നും എഴുതാല്ലേ. ഇവിടെ ഒരു ഐറ്റം എഴുതാനുണ്ടായിരുന്നത് ഏതെന്ന് പറയുമ്പോൾ ഇൻ കേസ് ക്വസ്റ്റ്യനിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു അറിയാമോ? ഈ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുമായിരുന്നു. അത് ഫേമിന് ഇങ്ങോട്ട് കിട്ടുന്ന ഗെയിൻ ആണ്. പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്നതിനുള്ള ഇൻട്രസ്റ്റ് പാർട്ട്നേഴ്സ് ഫേമിലോട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിന്റെ താഴെ എഴുതുമായിരുന്നു. ഇവിടെ ആ ക്വസ്റ്റ്യൻ അങ്ങനെ ഇല്ല. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം എഴുതി. ഇനി ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കുറയേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് ഹെഡിങ് കൊടുക്കുക. എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി 3,000, ബിന്റെ എഴുതി എത്രയാണ്? 2,000. അത് ആഡ് ചെയ്തിട്ടാണ് എമൗണ്ട് കോളത്തിൽ 5,000 എഴുതിയിട്ടുണ്ട്. അടുത്ത് ബി സാലറി 3,000 അതുപോലെ എഴുതി. ഇനി എന്താണ് ഈ പ്രോഫിറ്റ്? അപ്പൊ ഇതിപ്പോ ഈ 25,000 ക്രെഡിറ്റ് സൈഡിൽ ഉള്ളതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 17,000 കിട്ടും. അത് നമ്മൾ നേരത്തെ വർക്കിംഗ് നോട്ടിൽ എഴുതിയതുപോലെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതിയതാണ്. പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്ന എമൗണ്ട് ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്ന എമൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും എന്തായി? കറക്റ്റ് 25,000 ആയി. ഓക്കെ, അപ്പൊ ഇത് 5 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്. ഷുവറായിട്ട് നിങ്ങൾ ഇത് വീഡിയോ വീണ്ടും കാണുക, പ്രോബ്ലം ചെയ്തു പഠിക്കുക. നിങ്ങൾക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഉറപ്പാണ്. ഒന്നുകിൽ അപ്രോപ്രിയേഷൻ മാത്രം, അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ വിത്ത് ക്യാപിറ്റൽ അക്കൗണ്ട്സ് 10 മാർക്സിനും ചോദിക്കാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്ലാസ്സസിനായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എൻ്റെ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.